നമസ്കാരം. കേരള അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർവീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന വിജ്ഞാപനമാണ് റെയിൽവേ NTPC. റെയിൽവേയിൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അഥവാ NTPC തസ്തികകളിലേക്കുള്ള 2025 തിരഞ്ഞെടുപ്പിന് ഉടൻ വിജ്ഞാപനമാകും. RRB NTPC തസ്തികകളിലേക്കുള്ള ഷോർട്ട് നോട്ടിഫിക്കേഷനാണ് സെപ്റ്റംബർ 29 പുറത്തിറങ്ങിയത്. 8875 ഒഴിവുകളാണുള്ളത്. ഇതിൽ 5817 ഒഴിവ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാവുന്നവയും 3058 ഒഴിവ് +2 അഥവാ അണ്ടർ ഗ്രാജുവേറ്റ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതുമാണ്. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാവുന്ന തസ്തികകൾ താഴെ പറയുന്നവയാണ്: സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ട്രാഫിക് അസിസ്റ്റന്റ്, ചീഫ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് എന്നിവയാണ്. സ്റ്റേഷൻ മാസ്റ്റർ തസ്തികയിൽ 615 ഒഴിവുകളാണുള്ളത്. ഗുഡ്സ് ട്രെയിൻ മാനേജർ തസ്തികയിൽ 3423 ഒഴിവുകളുണ്ട്. ട്രാഫിക് അസിസ്റ്റന്റ് തസ്തികയിൽ 59 ഒഴിവുകളുണ്ട്. ചീഫ് കമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ തസ്തികയിൽ 161 ഒഴിവുകളാണുള്ളത്. ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് തസ്തികയിൽ 921 ഒഴിവുകളുണ്ട്. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന തസ്തികകൾ ട്രെയിൻസ് ക്ലർക്ക്, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നിങ്ങനെയുള്ള തസ്തികകളാണ്. ട്രെയിൻസ് ക്ലർക്ക് തസ്തികയിൽ 77 ഒഴിവുകളാണുള്ളത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് തസ്തികയിൽ 2424 ഒഴിവുകളുണ്ട്. അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തസ്തികയിൽ 394 ഒഴിവുകളുണ്ട്. ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് തസ്തികയിൽ 163 ഒഴിവുകളുമുണ്ട്. പുറത്തിറങ്ങിയ ഷോർട്ട് നോട്ടിഫിക്കേഷൻ പ്രകാരം ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്കുള്ള ആപ്ലിക്കേഷൻ ആരംഭിക്കുക ഒക്ടോബർ 21 മുതലാണ്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്കായുള്ള ആപ്ലിക്കേഷൻ ആരംഭിക്കുന്നത് ഒക്ടോബർ 28 മുതലാണ്. ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്കായി അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി നവംബർ 20 ആയിരിക്കും. അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി നവംബർ 27 വിജ്ഞാപനം വരുന്ന മുറയ്ക്ക് പ്രധാന വിവരങ്ങൾ ഈ ചാനലിൽ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. തിരുവനന്തപുരം ഉൾപ്പെടെ രാജ്യത്തെ 21 റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.